നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗുണ്ടാ നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. നാടൻ പടക്കമെറിഞ്ഞു. മണ്ണത്തലയിൽ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ കയറി ആക്രമണം. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട രാജേഷിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 6 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. രാജേഷിന്റെ വീടിന് നേരെ നാടൻ പടക്കമെറിഞ്ഞ സംഘം വീട്ടുമുറ്റത്തും റോഡിലും ഉണ്ടായിരുന്ന 3 ഓട്ടോറിക്ഷകളും 2 കാറുകളും 1 ബൈക്കും അടിച്ചു തകർത്തു. വീടിന് മുന്നിൽ വെച്ച ബൈക്കുകൾ റേസ് ചെയ്തത് രാജേഷ് ചോദ്യം ചെയ്തപ്പോഴുണ്ടായ പ്രകോപനമാണ് ആക്രമണത്തിന് കാരണം. അതേസമയം പ്രതികളെ പിടികൂടാനായിട്ടില്ല. ആക്രമണം നടത്തിയവരിൽ ചിലർ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവരാണെന്നാണ് വിവരം. വടിവാൾ അടക്കമുള്ള ആയുധങ്ങളുമായി എത്തിയാണ് ഇവർ ആക്രമണം നടത്തിയത്. ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസ്. വർഷങ്ങൾക്ക് ശേഷം നിർണായക വഴിത്തിരിവ്. ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ CM സെബാസ്റ്റ്യൻ അറസ്റ്റിൽ. ക്രൈംബ്രാഞ്ച് ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. സെബാസ്റ്റ്യനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ജൈനമ്മ കൊലപാതക കേസിൽ റിമാൻഡിൽ കഴിയുകയാണ് സെബാസ്റ്റ്യൻ. 2006 ബിന്ദുവിനെ കാണാതാവുന്നത്. 2017 കേസ് പോലീസിന് മുമ്പിലെത്തിയത്. സഹോദരനാണ് പരാതി നൽകിയത്. ഇതിനിടെ ബിന്ദുവിന്റെ സ്ഥലം വ്യാജരേഖ ചമച്ച് വിൽപ്പന നടത്തിയതിന് സെബാസ്റ്റ്യൻ അറസ്റ്റിലായിരുന്നു. ഇയാളുമായി ബിന്ദുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. വിജയെക്കുറിച്ച് മിണ്ടരുത്. മന്ത്രിമാരടക്കം നേതാക്കൾക്ക് DMKയുടെ നിർദ്ദേശം. TVK അധ്യക്ഷൻ വിജയെക്കുറിച്ച് പരസ്യ പ്രതികരണങ്ങൾ വിലക്കി DMK നേതൃത്വം. മന്ത്രിമാർ അടക്കം DMK നേതാക്കൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. TVKയെ പേരെടുത്ത് പരാമർശിക്കുന്നതിനുള്ള വിലക്ക് മന്ത്രിമാരടക്കം പൊതുയോഗങ്ങളിൽ തന്നെ പരസ്യമാക്കി. TVKയെക്കുറിച്ച് സംസാരിക്കരുതെന്ന് നിർദ്ദേശമുണ്ടെന്ന് മന്ത്രി R ഗാന്ധിയാണ് വ്യക്തമാക്കിയത്. വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചാണ് നിൽക്കുന്നതെന്ന് തിരുവാരൂരിലെ യോഗത്തിൽ മന്ത്രി നെഹ്റു പറഞ്ഞു. തിരുവാരൂരിൽ കഴിഞ്ഞ ദിവസം വിജയ് പ്രസംഗിച്ചിരുന്നു. പോത്തൻകോട് KSRTC ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് കുത്തേറ്റു. ഇന്ന് രാവിലെയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത്. ഇന്നലെ വൈകുന്നേരം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. ഇതിൽപ്പെട്ട വിദ്യാർത്ഥികളെ പോലീസ് പിടികൂടി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചിരുന്നു. അതിന്റെ തുടർക്കഥയാണ് ഇന്നത്തെ സംഘർഷമെന്നാണ് പോലീസ് കരുതുന്നത്. പോലീസ് എത്തുമ്പോഴേക്കും കുത്തേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ കുത്തേറ്റ് വിദ്യാർത്ഥിയുടെ വിവരം പോലീസിന് ഇതുവരെയും ലഭ്യമായിട്ടില്ല. സംഭവത്തിൽ പോത്തൻകോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോത്തൻകോട് ബസ് സ്റ്റാൻഡിൽ സ്ഥിരം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടക്കാറുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അർജന്റീനയ്ക്ക് എതിരാളികളായി. നിർണായക സന്ദർശനത്തിനായി അർജന്റീന ടീം മാനേജർ ഇന്ന് കൊച്ചിയിൽ. ഫുട്ബോളിന്റെ മിശിഹായെയും ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീമിനെയും വരവേൽക്കാൻ കേരളം ഒരുങ്ങുന്നു. ലയണൽ മെസ്സിയുടെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര ഇന്ന് 12 മണിക്ക് കൊച്ചിയിലെത്തും. ഏറെക്കാലമായി ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്ന അർജന്റീനയുടെ കേരളത്തിലെ സൗഹൃദ മത്സരത്തിന് കളമൊരുങ്ങുന്നുവെന്നതാണ് ഏറ്റവും പുതിയ വിവരം. അർജന്റീന ടീമിനൊപ്പം സൗഹൃദ മത്സരത്തിനെത്തുന്നത് ഓസ്ട്രേലിയ ആകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഓസ്ട്രേലിയയും സ്പോൺസറും കരട് കരാർ കൈമാറിയതോടെയാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായത്.